ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഫൈനലി പോവുകയാണ് തിരിച്ച്. അപ്പൊ ഒരു ഇല്ല ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ആത്മസുഹൃത്തിന്റെ ലേഖനം. ഓക്കെ, ദൂരത്തൊക്കെ അപ്പം 4 ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തിനൊക്കെ പറ മോളെ, നീ എന്തിനൊക്കെ പറ, നീ നിന്നെ കൊണ്ട് എന്തിനു പോണാ, എന്തെങ്കിലുമൊക്കെ പറ. ഇവക്ക് ഉണ്ടല്ലോ ഭയങ്കര നാണമാണ്. ഇവളുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കണ്ടു, അപ്പൊ വലിയ പ്രശ്നമായി. അപ്പൊ ഇവക്ക് വലിയ പ്രശ്നമായി അങ്ങോട്ടേക്ക്. ഇവളുടെ അത് കാണുന്നത്, ഇവളുടെ മൂക്കുത്തി ശരിയായിട്ട് ഇരിക്കുന്നില്ല, മുടി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു, ഇതൊക്കെയാണ് ഇവളുടെ പ്രശ്നം. അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാനിന്ന് നിന്റെ വീഡിയോസ് എടുത്തില്ല, പക്ഷെ നമ്മൾ ആഡ് ചെയ്യുമല്ലോ, അങ്ങനെയാണല്ലോ. അപ്പൊ ഇപ്പം 4 ദിവസത്തെ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ എന്താണ് ബ്രീഫ് ചെയ്ത് കൊടുക്കുക? പോയി നമ്മള് വൈകുന്നേരം 4 മണിക്ക് എണീറ്റ് 4 മണിക്കല്ല എണീറ്റ്, ഉച്ചക്ക് എണീറ്റ്. ഞാനൊരു 11 മണിയായപ്പോ എണീറ്റു. ഞാൻ ആക്ച്വലി 11 മണിയായപ്പോ എണീറ്റു. എന്റെ അലാം ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഓർത്ത് എന്താ ഞാൻ കുളിച്ചു. ഓൾറെഡി അവർക്ക് ഓൾറെഡി ഞാൻ കുളിച്ച മേലെ എഴുതി. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു നല്ലൊരു ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി കഴിച്ചില്ല എന്ന് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷാദാബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് കഴിച്ചു. അവിടെ തൊട്ടടുത്തായിരുന്നു ചാർമിനാർ. ഇതിവിടെ ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് എന്തോ പോലെ ഇരിക്കണ്ട കേട്ടോ കാണാൻ. അപ്പം അങ്ങനെ എന്നെ കാണാൻ ഭംഗിയുണ്ട്, പേടിക്കണ്ട. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് എത്തി. ഇപ്പൊ ബസ് ടൈം ആവാറായിട്ടോ. അപ്പൊ ഞാൻ ഓർത്തൊരു വിട പറച്ചിലൊക്കെ ആയി. നമ്മുടെ ബിഗ് ബിയിലെ ശ്രേയസർ പറയുന്ന പോലെ വിട പറയുക. സ്നേഹമാ, ഭയങ്കര സ്നേഹമാ. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ കാണട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ അങ്ങോട്ടേക്ക് പോവാണ്. എന്നിട്ട് പിന്നെ അവിടെ എത്തിയിട്ട് കാണിച്ചു. ഓക്കെ, ബൈ. അപ്പൊ നമ്മൾ പോവാണ്. പിന്നെ ഇതവിടെ ബാക്കിലുണ്ട്, ആയിക്കോണം പിടിച്ചോ. അപ്പൊ അധികം ലഗേജ് ഒന്നും ഇല്ല, നിങ്ങൾ കണ്ടാണല്ലോ ഇങ്ങോട്ട് വന്ന സമയത്ത്. അപ്പൊ ഇപ്പൊ റാപ്പിഡ് വന്നു. ഇല്ല 3 ദിവസത്തേക്ക് തന്നെ അടിച്ച് വീടെടുത്ത് കേട്ടല്ലോ. ചിരിക്കാൻ വയ്യ എനിക്ക്. 3 ദിവസത്തേക്ക് ഞാൻ ഒരു ലാപ്ടോപ്പ് ബാഗും ഒരു അല്ലാണ്ടൊരു ബാഗും ചെറിയ പേഴ്സും തന്നെ എടുത്തുള്ളൂ. അത് കൂടി പോയിട്ടൊന്നുമില്ല. അപ്പം ഇവിടെ ആണെങ്കിൽ ഇവരുടെ സ്ഥലത്തേക്ക് ഓട്ടോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ റാപ്പിഡോ ബൈക്ക് നമുക്കറിയാം, എല്ലായിടത്തും കുറെ സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പം പിടിച്ചു. എന്നിട്ട് അവർ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പം പോട്ടെ അങ്ങോട്ടേക്ക്. ലേറ്റായി എന്ന് തോന്നണില്ല, ലേറ്റ് ആയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി 2 റാപ്പിഡോ ചേട്ടന്മാരെയും കൂട്ടിയിട്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കണം. എൻ്റെ ബാക്കിൽ തന്നെ പാർവതി വരുന്നുണ്ട് കേട്ടോ, അവള് വരുന്നുണ്ട് ബാക്കിൽ തന്നെ. അവിടെ എത്തിയപ്പോഴത്തേക്കും ആണെങ്കിൽ 2 പേർക്ക് എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. ബിക്കോസ് ഞങ്ങൾ 2 പേരും ഭയങ്കര നല്ല അറ്റാച്ച്ഡ്. അപ്പോഴത്തേക്കും അവിടുന്ന് പോരുമ്പോൾ ഒരു സങ്കടമൊക്കെ ആയി. എന്നിട്ട് എൻ്റെ ബസ്സിൽ ഞങ്ങൾ ഈ ടെമ്പോയിൽ കയറിയിട്ട് വേറൊരു ബസ്സിൽ മാറി കയറണം. അപ്പോൾ അത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ നോക്കിയപ്പോൾ മുന്നിലൊരു ലോറിയിൽ ഒരു ഫാമിലി ഭയങ്കര ഡാൻസ്, നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ അത് ഞാൻ എടുത്തു. അങ്ങനെ അതിന് ശേഷം പിന്നെ ബസ് മാറി കയറി ജബ്ബാർ ട്രാവൽസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കയറി ഫൈനലി നമ്മൾ ബാംഗ്ലൂർ എത്തി. ഇപ്പം സമയമാണെങ്കിൽ 6:30 ഇപ്പോഴാണ് എത്തിയത്. ഇന്നലെ മറ്റേ സെമി സ്ലീപ്പർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ ഉറങ്ങി കഴുത്ത് വെട്ടി ഈ സൈഡ് മൊത്തം കഴുത്ത് വെട്ടിയിരിക്കുവാണ്. നല്ല വേദനയുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഓർത്ത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ടിനോട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പിന്നെ കോളേജിൽ പോകണം. ബാക്ക് ടു ബേസ് ഗൈസ്. ഇനി അഗൈൻ കോളേജിൽ പോകണം. അസൈൻമെൻറ്റ്സ് ഉണ്ട്. 4 ദിവസത്തെ ജേർണിയൊക്കെ കഴിഞ്ഞു, 4 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഒരു കുഴപ്പമില്ല. അമ്മ പറയുന്നതല്ലേ, കഴിഞ്ഞു, നിൻ്റെ എല്ലാം ഉടായപ്പോൾ പരിപാടി നിർത്തിക്കോ, ഇനി പഠിക്കാൻ തുടങ്ങിക്കോന്ന്. അതാണ് സംഭവം. എൻ്റെ സെമ്മ് കഴിയാറായി. സെമ്മ് കഴിയുമ്പോൾ എക്സാം ഉണ്ടാവും. അതിന് ഒരു സെമ്മും കൂടെ ഉണ്ട്. അയ്യോ, കുറേ ഉണ്ട്. അപ്പോൾ 4 ദിവസത്തെ ആർഭാടവും 4 ദിവസത്തെ സെലിബ്രേഷനും 4 ദിവസത്തെ കത്തിവെപ്പും എല്ലാം കഴിഞ്ഞു. നമ്മളിനി തിരിച്ച് കോളേജിലേക്ക് പോവുകയാണ്. എനിക്ക് ഇന്നലെ ഒരു സബ്മിഷൻ ഉണ്ടായിരുന്നു, ഒന്ന് ആലോചിച്ചൊക്കെ ഉണ്ടോ. വെക്കേഷൻ സമയത്ത് നമുക്ക് സബ്മിഷൻ ഉണ്ട്. ഇനി നാളെയും മറ്റന്നാളും എന്തോ സബ്മിഷൻ ഉണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ഫൈനൽ ബാംഗ്ലൂർ എത്തി. നമ്മൾ തിരിച്ച് പിന്നെയും പഠിക്കാൻ പോവുകയാണ്. ബൈ. 4 ദിവസത്തെ അടിപൊളിയായിരുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ഞാൻ പിന്നെ ആയിരിക്കും. ബൈ.